11 ദിവസം നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിൽ കേരളത്തിന് മുഖ്യമന്ത്രിയായിരിക്കും വി ഡി സതീശൻ. അങ്ങനെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആ ചരിത്രത്തിൻ്റെ ആ ഒരു പരമ്പരയിൽ വി ഡി സതീശനും മുഖ്യമന്ത്രിയായിരിക്കും. ഇത് നമ്മളപ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ ചരിത്രത്തിൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം ജനഹിതം മാനിച്ചൊരു തീരുമാനമെടുക്കുക. അതെ, സാധാരണഗതിയിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ രീതി നിയമസഭാ കക്ഷി യോഗത്തിൽ നിയമസഭാംഗങ്ങളുടെ എണ്ണം തന്നെയാണ് അതിൽ പ്രധാന ഘടകം. പക്ഷേ കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതാവായിട്ട് രമേശിനെ വി ഡി സതീശൻ എടുത്ത സമയത്ത് അപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്കാണ് കൂടുതൽ വോട്ട് കിട്ടിയെന്നുള്ള വാർത്തകൾ പിന്നീട് പുറത്തു വന്നിരുന്നു. എങ്കിൽ പോലും പൊതുവെ കോൺഗ്രസ് സ്വീകരിക്കുന്ന ഒരു നിലപാട് ഇതല്ല. സത്യത്തിൽ നമ്മളെല്ലാവരും കരുതിയിരുന്നത് കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിയാകും. കാരണം അദ്ദേഹത്തിന് അതിന് യാതൊരു തടസ്സവുമില്ല. AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. മാത്രമല്ല രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തനാണ്. ഖാർഗെയുമായിട്ട് നല്ല ബന്ധമാണ്. സോണിയാഗാന്ധിയുമായിട്ട് ബന്ധമാണ്. പിന്നെ ഇപ്പോൾ കേന്ദ്രത്തിലിരുന്നുകൊണ്ട് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ആണല്ലോ അന്തിമമായി പ്രസിഡന്റ് പാർട്ടി അധ്യക്ഷൻ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതെ, അതുകൊണ്ട് അദ്ദേഹം ഈസി ആയിട്ട് മുഖ്യമന്ത്രിയാകും എന്നാണ് അദ്ദേഹവും കരുതിയിരുന്നത്, നമ്മളും കരുതിയിരുന്നത്. പക്ഷേ സതീശൻ നടത്തിയ ഓപ്പറേഷൻസ് ഭയങ്കരമായിരുന്നു. മാത്രവുമല്ല, ഈ ജനം ഇളകി എന്നുള്ളൊരു വിഷയമുണ്ട്. ഈ ജനം ഇത്തവണത്തെ പൊതു തെരഞ്ഞെടുപ്പിൽ ജനം ഒരു വലിയ ഘടകം തന്നെയാണ്. സാധാരണഗതിയിൽ പ്രിയപ്പെട്ട ജനങ്ങളെ രാഷ്ട്രീയക്കാരെ വിളിക്കൊണ്ട് പുച്ഛമായിരുന്നു അവർ ജനങ്ങളോട്. ഇത്തവണ ജനങ്ങൾ വളരെ ഇന്റലിജന്റ് ആയിട്ട് വോട്ട് ചെയ്തു എന്നുള്ളതാണ് സത്യം. കണ്ണൂരിലെ സാക്ക് സംഭവിച്ചത് അതിനകത്ത് നമ്മൾ അതിലേക്ക് വരുമ്പോൾ 2-3 ഘടകങ്ങളുണ്ട്. നമ്മൾ ഈ സതീശനെ മുഖ്യമന്ത്രിയാക്കുന്നതിനെ ചൊല്ലിയുള്ള ജനവികാരം അല്ലെ കോൺഗ്രസ്സുകാരെ മാത്രമല്ല, ഈ നാട്ടിലുള്ള ഒരുമാതിരിപ്പെട്ട മറ്റു പാർട്ടിക്കാർക്കും സതീശൻ മുഖ്യമന്ത്രിയാകണം എന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ അതിനകത്ത് ഉണ്ടായ ഒരു പ്രശ്നം, നമ്മളതിനെ ഉപമിച്ചത് മലമ്പുഴയിൽ 2006 VS സീറ്റ് നിഷേധിച്ച അവസ്ഥയിൽ തെരുവിലിറങ്ങി CPM പ്രവർത്തകർ പ്രകടനം നടത്തുകയും അദ്ദേഹത്തിന് സീറ്റ് CPM പ്രവർത്തകർ മാത്രമല്ല പൊതുജനങ്ങൾ മൊത്തം കൂടി ഇറങ്ങി. അങ്ങനെയാണ് മലമ്പുഴയിൽ കൊണ്ട് അങ്ങനെയാണ്. അതായിരുന്നു നമ്മുടെ മുന്നിൽ സമ്മർദ്ദ തന്ത്രത്തിലൂടെ, അതായത് ജനഹിതം അറിഞ്ഞുകൊണ്ടുള്ള ഒരു സമ്മർദ്ദ തന്ത്രത്തിലൂടെ VS മുഖ്യമന്ത്രി. അന്ന് പിണറായി വിജയൻ മത്സരിച്ചതുമില്ല. സമാനമായ ഒരു നീക്കമാണ് ഇവിടെയും നടന്നത്. ഇവിടെ ഇപ്പോൾ സംഭവിച്ചത് 3 സ്ഥാനാർത്ഥികൾ വന്നു എന്നുള്ളതാണ് അവിടെയാണ് സംഭവിച്ചത്. അപ്പോൾ അതിനകത്ത് സത്യത്തിൽ ഈ സതീശൻ മുഖ്യമന്ത്രി ആയതോടെ ഏറ്റവും ജാള്യത അനുഭവിക്കുന്ന ആൾ കെ സി വേണുഗോപാലാണ്. അദ്ദേഹത്തിന്റെ ബൈറ്റ് നമ്മൾ ടിവിയിൽ കാണുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന് കുറച്ച് കാരണം അദ്ദേഹം ജാള്യം അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇറങ്ങി പുറപ്പെടുകയും ചെയ്തു, അദ്ദേഹം ഹൈക്കമാൻഡിൽ അതിശക്തനാകുകയും ചെയ്തു. പക്ഷേ ആ അതിശക്തി കൊണ്ടൊന്നും അദ്ദേഹത്തിന് ഒരു കാര്യം ഉണ്ടായില്ല എന്നുള്ളിടത്താണ് അദ്ദേഹത്തിന് പറ്റിയിരിക്കുന്ന ഒരു കാര്യം. കോൺഗ്രസ് ഏതായാലും ഇന്നും പ്രതിപക്ഷമാണെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിലെ വലിയ രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെയാണ്. അവരുടെ അഖില ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ആൾ കേരളം പോലുള്ള ഒരു ചെറിയ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ആവേണ്ട ആളല്ല. അത് ഇന്ത്യയുടെ ഡിഫൻസ് മന്ത്രിയോ അല്ലെങ്കിൽ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയോ ഒക്കെ ആവേണ്ട അതിനുള്ള എല്ലാ അർഹതയും കേസ് വേണമല്ലുണ്ട്. അങ്ങനത്തെ ഒരാൾ പിന്നെ ഇങ്ങോട്ട് വന്ന് ഈ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് എപ്പോഴും വരുമ്പോൾ അവരോട് ചുരുങ്ങിപ്പോകും. രമേശ് ചെന്നിത്തലയ്ക്ക് സംഭവിച്ച ദുരന്തം അത് തന്നെയായിരുന്നു. അദ്ദേഹം ദേശീയ രാഷ്ട്രീയത്തിൽ അദ്ദേഹം അതിനേക്കാളും വലിയ പദവിയിൽ എത്തിയെന്നെ. അല്ല, ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ ശരിക്കും കേസ് ഇറങ്ങിയാൽ മുഖ്യമന്ത്രി ആകണമായിരുന്നു, ഇല്ലെങ്കിൽ ഈ പണിക്ക് ഇറങ്ങരുതായിരുന്നു. ഇപ്പൊ എന്താ സംഭവിച്ചത്? ചിത്രത്തിൽ അവസാനം നമുക്കറിയാവുന്നത് സതീശനും കെ സിയുമാണ് ചിത്രത്തിൽ അവസാനം വന്നത്. അതിനിടയ്ക്ക് രമേശ് ചെന്നിത്തല കൂടി ഇന്നലെ രാവിലത്തോട് ഇങ്ങോട്ട് കയറി വന്നു. അതോടെ VD സതീശൻ പൂർണ്ണമായും ഔട്ടായി എന്നാണ് നമുക്കെല്ലാം കിട്ടിയിരുന്ന വിവരം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇന്നലെ രമേശ് ചെന്നിത്തലയ്ക്കാണ് മുൻഗണന എന്ന രീതിയിൽ തന്നെയാണ് പൊതുവെ കോൺഗ്രസ്സുകാർ പോലും നമ്മൾ അറിയാവുന്നവരൊക്കെ നമ്മോട് സംസാരിച്ചിരുന്നത്. പക്ഷെ അതിനിടയ്ക്കും 3 പേർക്കും അറിയില്ലായിരുന്നു ആരാകും മുഖ്യ. പക്ഷേ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് സതീശൻ്റെ പക്ഷത്തിനൊരു വലിയ അതിൻ്റെ വീടിന് മുന്നിൽ തടിച്ചുകൂടിയ ജനം കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ സതീശന് വേണ്ടി പ്രകടനത്തിന് തെരുവിലിറങ്ങിയ ജനങ്ങളുടെയൊക്കെ കാര്യങ്ങൾ ഇന്നലെ സതീശൻ്റെ വലിയ ചർച്ചയായി. സതീശൻ്റെ വീട്ടിൽ കൂടിയ ജനം കൂടി. പക്ഷേ അതിനിടയ്ക്കൂടെ അദ്ദേഹത്തിന്റെ വീട് സംബന്ധിച്ച് ചർച്ച വന്നിട്ടുണ്ട്. അതിന്റെ വീട് വലിയ വീടാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള, അതായത് രാഷ്ട്രീയം മാത്രം തൊഴിലാക്കിയിട്ടുള്ള ഒരാൾ ഇത്രയും വലിയ ഒരുപാട് കാറുകളും ഒക്കെ പാർക്ക് ചെയ്യാൻ സ്ഥലമുള്ള വലിയൊരു സദൃശ്യമായ വീടാണ് എന്ന് പറഞ്ഞൊരു. പക്ഷേ ഇതെല്ലാം ഇതിനിടയ്ക്ക് മുങ്ങിപ്പോയി. പിന്നെ ഒന്നുകൂടി നമ്മൾ പറയണം, VD സതീശൻ ആണ് ശരിക്കും തെരഞ്ഞെടുപ്പ് നയിച്ചത്. അതെ, രമേശ് ചെന്നിത്തല പോലും അത്രയ്ക്ക് ഈ ഒരു നായക സ്ഥാനത്തേക്ക് ഉണ്ടായിരുന്നില്ല. മികച്ച പ്രകടനമാണ് അദ്ദേഹം നടത്തിയത്. അദ്ദേഹം ഭരണപക്ഷം ഏറ്റവും ഭയന്ന ഒരു പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹം. സതീശനെ അവർ ടാർഗറ്റ് ചെയ്യാനാവുന്ന ശ്രമിക്കുകയും ചെയ്തു. നിയമസഭയിൽ തന്നെ പിണറായി വിജയനെ പോലുള്ള വലിയ അപ്രമാദത്തോളം ഒരാളിനെ വിറപ്പിക്കാൻ പലപ്പോഴും VD സതീശന് കഴിഞ്ഞു സത്യമാണ്.
മാത്രമല്ല അദ്ദേഹത്തിന് അത്ര നല്ല ഇലക്ഷൻ ഒരു എഞ്ചിനീയറിംഗിൻ്റെ ആൾ, ഇലക്ഷൻ മാനേജ്മെൻറ്റ് അദ്ദേഹം അതിവിദഗ്ധനാണ്. ജനത്തിന് ഇത്രയും ഇഷ്ടം വന്നത് എന്തുകൊണ്ടാണ് പുള്ളിയോട്? അദ്ദേഹം ഈ സമുദായ നേതാക്കളെ മൈൻഡ് ചെയ്തില്ല. വെള്ളാപ്പള്ളി നടേശനെയും ഈ പറയുന്ന സുകുമാരൻ നായരെയും. പക്ഷേ അപ്പോഴും അദ്ദേഹത്തിന് ഒരു മൈനസ് പോയിന്റായിട്ട് നിൽക്കുന്നത് അദ്ദേഹം ഇവരുടെ പാണക്കാട് തങ്ങളെ വണങ്ങാൻ പോകുന്നു, മുസ്ലിം ലീഗുമായിട്ട് ബന്ധം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ലീഗ് UDF പ്രധാനപ്പെട്ട ഘടകകക്ഷിയാണ്. അതെ, അപ്പോൾ ആ നിലയ്ക്കാണ് അദ്ദേഹം അവിടെ. അതിന് ഇനിയും ഈ വെള്ളാപ്പള്ളിയും സുകുമാരൻ നായർക്ക് ഒരു ആരും നിറം കൊടുക്കാൻ തന്നെ അവർ വീണ്ടും ശ്രമിക്കും. പിന്നെ അദ്ദേഹം വ്യക്തമായി പറഞ്ഞില്ല, 15 മന്ത്രിമാരെ വീട്ടിലിരുത്തുമെന്ന് പറഞ്ഞു. ഇരുത്തിയില്ലേ? 100 സീറ്റ് നേടുമെന്ന് പറഞ്ഞു. 102 സീറ്റ് നേടി. ഇതാണ് ജനത്തിനിടയിൽ അദ്ദേഹത്തിന് ഇത്രയും, അതായത് ഈ വോട്ടെണ്ണലിന് ശേഷമാണ് സതീശന്റെ ഗ്രാഫ് കൂടിയത്. അതിനു മുമ്പ് ഇത്രയും ഇല്ലായിരുന്നു. അപ്പോൾ ആ സ്ഥാനത്തേക്ക് അദ്ദേഹം തന്നെയാണ്. പക്ഷെ ഒരു ജനകീയ പ്രക്ഷോഭമാണ് നടന്നത്. ഒരു ജൻസി ലഹള എന്നൊക്കെ പറയുന്ന പോലെ ഒരു ജനകീയ പ്രക്ഷോഭമാണ് നടന്നത്. പിന്നെ ഇതിനകത്ത് ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, അദ്ദേഹത്തിന് ഭരണപരിചയ കുറവ് എന്നുള്ളതുണ്ട്. ഇപ്പം മന്ത്രിയായിട്ടില്ല, ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പോലും ആയിട്ടില്ല. അങ്ങനെ ഒരു ആകെ ഉള്ളത് MLA ആയിട്ടിരുന്നു. ആ MLA ആയിട്ടിരുന്ന പ്രതിപക്ഷ നേതാവായിട്ട് അദ്ദേഹം നന്നായിട്ട് കൈകാര്യം ചെയ്തു. ഇനിയാണ് അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. ഇപ്പം തന്നെ രമേശ് ചെന്നിത്തല ഇടഞ്ഞു. അല്ല, 77 AK ആന്റണി മുഖ്യമന്ത്രി ആകുമ്പോഴും അദ്ദേഹത്തിന് ഭരണപരിചയം ഇല്ലായിരുന്നല്ലോ. അദ്ദേഹം KPC പ്രസിഡന്റ് ആയിരുന്നു, MLA ആയിരുന്നു അതിന് മുമ്പ്. പക്ഷെ അദ്ദേഹം മന്ത്രി ആയിരുന്നിട്ടില്ല. നേരിട്ട് ആദ്യം മുഖ്യമന്ത്രി ആയതാണ്. അതുപോലെ ഇ.കെ. നായനാർ 80, 87, 96 മുഖ്യമന്ത്രി ആയില്ലേ. അദ്ദേഹവും പാർട്ടി സെക്രട്ടറി ആയിരുന്നിട്ടുള്ളൂ, MLA MP ആയിരുന്നിട്ടുണ്ട്. അതല്ല, അദ്ദേഹം മന്ത്രി ആയിരുന്നിട്ടില്ല. അത് നേരിട്ട് അങ്ങ് വന്നു. PS മന്ത്രി ആയിരുന്നിട്ടുണ്ടോ? PS മന്ത്രി ആയിരുന്നിട്ടില്ല. പിണറായി വിജയൻ ആ കൂട്ടത്തിൽ CPM മന്ത്രിയായി പരിചയമുള്ള ഒരാൾ. ഇതിപ്പം ഹൈക്കമാൻഡിന് മുന്നിൽ രണ്ട് കാര്യം, ഒന്ന് ജനഹിതം, ഒന്ന് മുസ്ലിം ലീഗിന്റെ ഹിതം. വയനാട്ട് സീറ്റിൽ പ്രിയങ്ക ഗാന്ധി ജയിക്കണമെന്നുണ്ടെങ്കിൽ മുസ്ലിം ലീഗ് വിചാരിക്കണം. അതുപോലെ തന്നെ ഇത്രയും ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് അവിടേക്ക് ഇമെയിൽ അയക്കുന്നു, അവിടേക്ക് സന്ദേശം അയക്കുന്നു, നേതാക്കന്മാരുടെ വാട്സപ്പുകളിലേക്ക് സന്ദേശം അയക്കുന്നു. അപ്പൊ ഇത്രയും വരുന്ന ഉടനെ ഒരാൾ ഓപ്പറേറ്റ് ചെയ്യുന്നതിന് അപ്പുറത്തേക്ക് ഇത് പോയി ജനങ്ങൾ ഏറ്റെടുത്തു. അതാണ് കാര്യം. അല്ലാതെ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ അതിന് കൂടെ നിൽക്കുന്ന ഓപ്പറേറ്റ് ചെയ്താലും ഇത്രയും ഒരു ആൾക്കൂട്ടം. അപ്പൊ വലിയ ജനകീയ പിന്തുണയോടുകൂടിയാണ് VD സതീശൻ ഈ സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത്. അതോടുകൂടി ഒരു പുതിയ കീഴ്വഴക്കത്തിന് ഹൈക്കമാൻഡ്, അതായത് ഹൈക്കമാൻഡ് ഇനിയിപ്പം MLA മാരുടെ എണ്ണം നോക്കിയോ അവരുടെ അഭിപ്രായം നോക്കിയോ അല്ല എഴുതേണ്ടത്. ഒന്ന് ആലോചിക്കണം. ഇത് പുറത്തു വന്നതായിരുന്നു, എന്താണ് ലിസ്റ്റ് അതിൽ മുഴുവൻ KC എന്നാണ് എഴുതിയിരുന്നത്. ആ എഴുതിയ MLA മാരെല്ലാം കാര്യം കട്ടപ്പുകയായി എന്ന് വേണേൽ പറയാം, അല്ലേ? അല്ല, ഇനിയിപ്പോ അവരങ്ങ് മാറും. കോൺഗ്രസ് രാഷ്ട്രീയം എപ്പോഴും അങ്ങനെയാണല്ലോ, അധികാരത്തിൽ ആരാധിക്കുന്നു അയാളെ കൂടെ അങ്ങ് നിൽക്കും. അപ്പൊ ഇദ്ദേഹത്തിന് വേണ്ടി ഇറങ്ങിയ കുഴൽനാടനൊക്കെ ഒരു വഴിയായി എന്ന് വേണേൽ പറയാം, അല്ലേ? അതെ, എന്ന് പറയാം. എന്താണെങ്കിലും VD സതീശന്റെ ഒരു സ്വഭാവം അനുസരിച്ച് അദ്ദേഹം വളരെ കാർക്കശ്യക്കാരനാണ്. മറ്റൊരു പിണറായി വിജയൻ ആയിട്ടാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. കോൺഗ്രസിലെ പിണറായി വിജയനായിട്ടാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. എന്തായാലും എങ്ങനെയുണ്ട് ഭരണമെന്നുള്ളത്, അല്ലെ എത്രത്തോളം സ്വസ്ഥമായിരുന്നു ഭരിക്കാൻ കഴിയുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണുക തന്നെ വേണം.